നീ ഒന്നവിടെ നിന്നേ. പിറകിലെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടാണ് സീത തിരിഞ്ഞു നോക്കിയത്. പോവാനിറങ്ങിയതാണ് അവൾ. കാർത്തികാണ്. അവൻ്റെ കണ്ണുകൾ ദേഹം മുഴുവനും ഇഴഞ്ഞു നീങ്ങുന്നതിൻ്റെ അസ്വസ്ഥത സീതയുടെ മുഖത്ത് കാണാം. എന്താ? കടുപ്പത്തിൽ തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് പരക്കുന്ന ചിരിയിൽ നിറഞ്ഞതത്രയും പുച്ഛമാണെന്ന് അവൾക്ക് മനസ്സിലായി. രാജി വളർത്തിയ മകനല്ലേ, അതങ്ങനെ ആയില്ലെങ്കിൽ മാത്രം സംശയിച്ചാൽ മതി. എന്താ മോളുടെ ഉദ്ദേശം? കവളിൽ നാവിട്ട് ചുഴറ്റി വല്ലാത്തൊരു ഭാവത്തിൽ താടിയൊഴിഞ്ഞുകൊണ്ട് കാർത്തിക ചോദിച്ചു. അതറിഞ്ഞിട്ട് തനിക്കെന്ത് കാര്യം? സീതയുടെ കണ്ണുകളും അവന് നേരെ കൂർത്തു. സീതാലക്ഷ്മി വലിയ മിടുക്കിയാണെന്ന് ഇവിടുത്തെ ചില ഊച്ചാളികൾ പറയുമായിരിക്കും. പക്ഷേ ആ മിടുക്ക് കൊണ്ട് കാർത്തികിനെ കയറി ചൊറിയാൻ വന്നാൽ മോള് വിവരമറിയും. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അതിന് നീ ഏതാ മോനെ കാർത്തികേ? അതുപോലും എനിക്കറിയില്ല. അറിയുകയും വേണ്ട. വെറുതെ പോയ എന്നെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ട് നീ നിന്ന് ന്യായം പറയുന്നു. സീതയും അല്പം പോലും പേടിയില്ലാതെ അവനെ നേരിടാൻ തീരുമാനിച്ചതുപോലെ തിരിച്ചു ചോദിച്ചു. അതൊന്നുമല്ല ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം. അവൻ വീണ്ടും ചോദ്യം കടുപ്പിച്ചു. നീ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞു കൊള്ളാമെന്ന് വാക്കൊന്നും തന്നിട്ടില്ലല്ലോ ഞാൻ നിനക്ക്. സീതയും നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവനെ നോക്കി. കാർത്തിക് പല്ല് കടിച്ചുകൊണ്ട് ചുറ്റും നോക്കി തല തടവി. കുറച്ചുകൂടി സീതയുടെ അരികിലേക്ക് നീങ്ങി നിന്നു. ഒരടി പോലും പിറകിലേക്ക് മാറാതെ സീതയും അവിടെ തന്നെ നിന്നുകൊണ്ട് അവനെ നേരിട്ടു. ഡോക്ടർ കിരൺ വർമ്മയുടെ പിറകെ കടിച്ചു തൂങ്ങി നടക്കുന്നത് കൊണ്ട് സീതാലക്ഷ്മി എന്താ ഉദ്ദേശിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. കാർത്തിക് സീതയുടെ കണ്ണിലേക്ക് നോക്കി. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പല ഉദ്ദേശങ്ങളും കാണും. അതെല്ലാം നിന്നോട് പറയുന്നത് എന്തിനാ എന്നൊരു ചോദ്യം എനിക്കുമുണ്ട്. കാർത്തികിൻ്റെ മുഖം ഇരുണ്ടുപോയിരുന്നു. അറിയാമെടി, നിനക്കൊക്കെ അങ്ങനെ പല ഉദ്ദേശങ്ങളും കാണുമെന്ന് എനിക്ക് ശരിക്കും അറിയാം. നിന്നെപ്പോലുള്ളവർക്ക് അതൊക്കെ ഈസിയല്ലേ. നീയൊക്കെ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്. മനസ്സിലായോടി? കാർത്തിക് ശബ്ദം കുറച്ചുകൊണ്ട് അവളോട് ചീറി. മര്യാദയ്ക്ക് സംസാരിച്ചോ, ഇല്ലേൽ അടിച്ച് നിന്നെ പല്ല് ഞാൻ കുഴിക്കും. സീത അവന് നേരെ വിരൽ ചൂണ്ടി. ദേഷ്യം കൊണ്ട് അവളുടെ മുഖവും ചുവന്നു പോയിരുന്നു. ചാവാൻ കിടക്കുന്ന തള്ളയെ നോക്കാൻ വന്നാൽ അത് നോക്കിയിട്ട് പോണം. അല്ലാതെ തറവാട്ടിൽ കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരുടെ തോളിൽ തൂങ്ങാൻ നിൽക്കരുത്. അങ്ങനെയുള്ള നിന്നോടൊക്കെ ഇത്ര മര്യാദയിൽ സംസാരിക്കുന്നത് തന്നെ ഓവറാണടി. അവൻ ചുണ്ടുകൂട്ടി. എടീ പോടി എന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിച്ചു രസിച്ചോ. എനിക്കൊരു പേരുണ്ട്. സീത അവനെ തുറച്ചു നോക്കി. സ്വന്തം അമ്മയുടെ രക്ഷകയായിരുന്ന മുത്തശ്ശിയെ അവൻ അഭിസംബോധന ചെയ്ത രീതിയിൽ നിന്ന് തന്നെ ആ മുഖം നോക്കി ഒന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു സീതയ്ക്ക്. അതിനവൾക്ക് കൈ തരിച്ചതുമാണ്. പിന്നെ ചെയ്യാത്തത് അവനെ പേടിച്ചല്ല, ചെയ്തു കഴിഞ്ഞതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വരുന്നവർക്ക് മുന്നിൽ കാരണം വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോഴെല്ലാം ആ മുത്തശ്ശി കൂടി വേദനിക്കും. അത് സഹിക്കാൻ വയ്യുന്നതുപോലെ സീത കണ്ണുകൾ ഇറുക്കിയടച്ചു. കിരണിനെ എൻ്റെ പെങ്ങളാണ് മോഹിച്ചത്. അവൻ അവൾക്കുള്ളതാണ്. സീതയെ ഓർമ്മിപ്പിക്കും പോലെ കാർത്തിക് പറഞ്ഞു. പെങ്ങളോട് പറയണം കിരൺ വർമ്മയെ ഞാൻ എൻ്റെ ബാഗിലിട്ട് കൊണ്ടല്ല നടക്കാറുള്ളതെന്ന്. സീത പരിഹാസത്തോടെ ചിരിച്ചു. ആരെ കണ്ടിട്ടാണടി ഈ നെകളിപ്പ്? അതിനുള്ളത് വല്ലതും ഉണ്ടോ നിനക്ക്? അവൻ വീണ്ടും അവളെ ചുഴിഞ്ഞു നോക്കി. ആരുമില്ലെങ്കിലും ജീവിക്കാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം. അവളുടെ കൂസലില്ലായ്മ കാർത്തികിനെ ചൊടിപ്പിച്ചു. സീതാലക്ഷ്മിക്ക് ഇച്ചിരി വീറും വാശിയും പ്രതീക്ഷിച്ചു തന്നെയാണ് അവളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നത്. ഇതിപ്പോൾ മനസ്സിൽ കണ്ടതിനേക്കാളും പൊള്ളുന്ന ഒരു പെണ്ണ്. ഭയത്തിൻ്റെ നേരിയൊരു അംശം പോലും അവളുടെ വാക്കിലോ നോക്കിലോ ഇല്ലെന്ന് അവനെ അതിശയിപ്പിച്ചു. തീയായി സ്വയം ആളുന്നതിനൊപ്പം തൊടുന്നവനെയും ഭസ്മമാക്കാൻ കഴിയുമെന്നതുപോലെ മുന്നിൽ നിന്നിട്ട് ജ്വലിക്കുമ്പോൾ ഒരു വേള കണ്ണനോട് തൻ്റെ മനസ്സിലൊരു അസൂയ പൊടിയുന്നുണ്ടെന്ന് കാർത്തിക് തിരിച്ചറിഞ്ഞു. സീതാലക്ഷ്മി ആരുടെയും ഔദാര്യത്തിലല്ല കാർത്തികയെ ജീവിക്കുന്നത്. എനിക്കാരോടും കാരണം ബോധിപ്പിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാനുമില്ല. അതുകൊണ്ട് നീ പോയി നിന്റെ പെങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കേ. കിരൺ വർമ്മയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് അയാളോട് പോയി പറഞ്ഞിട്ട് അതിനൊരു തീരുമാനമുണ്ടാക്കാൻ നോക്ക്. ആങ്ങളെയും പെങ്ങളും കൂടി. അല്ലാതെ എൻ്റെ നെഞ്ചത്തോട്ട് പാഞ്ഞു കയറിയാലൊന്നും ഡോക്ടറെ കിട്ടൂല. കളിയാക്കി പറഞ്ഞുകൊണ്ട് സീത തിരിഞ്ഞു നടന്നു. പക്ഷേ കാർത്തിക് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് ചുവരിൽ ചേർത്ത് നിർത്തി. അങ്ങനെ അങ്ങ് പോയാലോ? ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. കാർത്തിക് പിടിച്ചു നിർത്തിയ കൈയിലേക്ക് സീതയുടെ നോട്ടം നീണ്ടു. ആ നോട്ടത്തിലെ തീവ്രത കൊണ്ട് അറിയാതെ തന്നെ അവൻ്റെ കൈ അയഞ്ഞുപോയി. പക്ഷേ ഞൊടിയിട കൊണ്ട് മുഖത്ത് തെളിഞ്ഞ പതർച്ച അവൻ മറികടന്നിരുന്നു. സീതാലക്ഷ്മി, അടുത്തറിയുന്നവർക്ക് സ്ട്രോങ് ആയ അഹങ്കാരി. ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നും പറഞ്ഞു കിടക്കുന്ന അച്ഛൻ, ഭർത്താവ് ഉപേക്ഷിച്ച്
കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ഒരു ചേച്ചി, കോളേജിൽ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന ഒരു അനിയൻ. പൂർത്തിയായി. സ്ട്രോങ് സീതാലക്ഷ്മിയുടെ ഫാമിലി ചരിത്രം ഫുള്ള് ചികഞ്ഞ് തന്നെയാണ് ഞാൻ ഈ കളിക്കിറങ്ങി തിരിച്ചത്. തനിക്ക് മുന്നിലൂടെ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ട് പറയുന്ന കാർത്തികിനെ സീത തുറിച്ചു നോക്കി. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞെന്നാവും നീയിപ്പോൾ ചിന്തിച്ചു നോക്കുന്നത് അല്ലേ? അവൻ്റെ ചുണ്ടിലൊരു വഷളൻ ചിരിയുണ്ട്. ഒരിക്കൽ കൂടി പറയാം, കിരണിൻ്റെ നിഴൽവെട്ടത്തിൽ പോലും നീ ഉണ്ടാകരുത്. നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. വലിയ വീട്ടിലെ ചെക്കന്മാർക്ക് ഉടുപ്പ് മാറുന്ന ലാഘവത്തോടെ കാണാനുള്ളതാണ് നിന്നെപ്പോലുള്ള പെൺകുട്ടികളുടെ സ്നേഹം. പരമാവധി ഊറ്റിയെടുത്ത് കഴിഞ്ഞ് അവൻ വലിച്ചെറിഞ്ഞ് കളയുന്ന വെറും ചണ്ടിയാവണോ നിനക്ക്? കാർത്തികിൻ്റെ കണ്ണിൽ കൗശലം മിന്നിമാഞ്ഞു. സീത കടുത്ത മുഖത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. അവൻ അവനെ തന്നെ വരച്ചു കാണിക്കുകയാണ്. ഇത്തരം വില കുറഞ്ഞ ജൽപ്പനകൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്ന് അവൾക്കറിയാം. അതിനേക്കാൾ കണ്ണൻ എന്ന വ്യക്തിയെ അവൾക്കറിയാം. അവനിലെ നന്മകളെ അറിയാം. നിന്റെ കുടുംബത്തിൻ്റെ ഒരേയൊരു പ്രതീക്ഷയല്ലേ നീ? നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ അവനപ്പോൾ കഴുകൻ്റെ കണ്ണുകളാണ്. സീത ശ്വാസം പിടിച്ചു. GM കോളേജിൽ കാർത്തിക് ഇപ്പോഴും ഹീറോയാണ്. ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യാൻ അവിടെ എനിക്കിപ്പോഴും ആളുകളുണ്ട്. അവിടെയല്ലേ നിന്റെ അനിയനുള്ളത്? ക്രൂരത നിറഞ്ഞ ചിരിയോടെ കാർത്തിക് അവളെ നോക്കി താടിയൊഴിഞ്ഞു. നിന്റെ ചേച്ചിക്കൊരു മോളുണ്ട് അല്ലേ? അമ്മയില്ലാത്ത മോളും മോളില്ലാത്ത അമ്മയും ഭയങ്കര വേദനയാണ് സീതാലക്ഷ്മി. ഹരിപ്രസാദ് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണോ? അതോ? തുറച്ചു നോക്കുന്ന സീതയുടെ നോട്ടങ്ങളെ പാടെ അവഗണിച്ച് കാർത്തിക് തുടർന്നു. വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു നയമുണ്ട്. അതിനെക്കുറിച്ച് അറിയുമോ നിനക്ക്? സീത ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. ആര്യയ്ക്ക് കിട്ടിയില്ലെങ്കിൽ കിരൺ പിന്നെ ആർക്കും വേണ്ട. തീർത്ത് കളയും ഞാൻ. അരികിലേക്ക് നീങ്ങി നിന്നിട്ട് പതിയെ, വളരെ പതിയെ ക്രൂരമായി കാർത്തിക് പറയുമ്പോൾ സീത വിറച്ചു പോയിരുന്നു. കൈവിരലുകൾ തോളിൽ കിടന്ന ബാഗിൽ മുറുകി. പേടിച്ചു പോയല്ലേ നീ? ഒന്നും ചെയ്യില്ല ഞാൻ. നീ വിചാരിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തെ തിരികെ കിട്ടും. പിന്നെ കിരൺ, ഒപ്പം നടന്നിട്ട് നേടാനുള്ളത് ഇതിനോടകം തന്നെ നീ നേടിയെടുത്ത് കാണും. സീതാലക്ഷ്മി മിടുക്കിയല്ലേ? കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് കാർത്തിക് പറയുമ്പോൾ സീത അറപ്പോടെ മുഖം തിരിച്ചു. ഉള്ളിലെ വീര്യം ചോർന്നു പോകുന്നുണ്ട്. വിലപേശാൻ മുന്നിലേക്ക് കുടഞ്ഞിട്ട് തന്നത് സീതാലക്ഷ്മിയുടെ പ്രിയപ്പെട്ടവരെയാണ്, ജീവിക്കാനുള്ള കാരണങ്ങളെയാണ്. കണ്ണൻ്റെ ചിരി അവളെ കൂടുതൽ തളർത്തി. അർജുൻ, ലല്ലു, പാർവേച്ചി, ഹരി, നിമിഷങ്ങൾ കൊണ്ട് അവരെല്ലാം അവൾക്ക് മുന്നിലേക്ക് ഓടിയെത്തി. സീതയൊന്ന് തല കുടഞ്ഞു. അവളുടെ ഓരോ ഭാവങ്ങളെയും സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന കാർത്തികിൽ അവളുടെ മിഴികൾ ഉടക്കി നിന്നു. ഇല്ല, ഇവനെ പോലൊരുവൻ്റെ മുന്നിൽ തോൽക്കുന്നതും സീതാലക്ഷ്മി മരിക്കുന്നതും ഒരുപോലെയാണ്. അവൾക്കുള്ളിലെ വാശി മുരണ്ടു. പേടിച്ചോടാൻ തുടങ്ങിയാൽ പേടിപ്പിക്കാനും നിറയെ ആളുകളുണ്ടാകുമെന്ന് അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചതാണ്. കഴിയും പോലെ പൊരുതിയിട്ട് തന്നെയാണ് ഇത്രയും വരെയും എത്തിയത്. ഇനിയും ഉള്ളിൽ പൊരുതാനുള്ള ഊർജം ബാക്കിയുണ്ട്. ഹൃദയമറിഞ്ഞൊരു കൂട്ടുകാരനെ കൂടാതെ ഹൃദയം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പ്രാണനായൊരുവൻ കൂടി ധൈര്യം പകരാനുണ്ടാകുമ്പോൾ തോറ്റുപോകുന്നതെങ്ങനെ? സീത കാർത്തികിനെ നോക്കി ഒന്ന് ചിരിച്ചു. കുരയ്ക്കും പട്ടി കടിക്കില്ലെന്നൊരു നയം കൂടിയുണ്ട് കാർത്തികെ. അത് നീ കേട്ടിട്ടുണ്ടോ? ഇനിയും തീർന്നു പോകാത്ത ആ പെണ്ണിൻ്റെ വാശിയും വീറും നിറഞ്ഞ മുഖത്തേക്ക് കാർത്തിക് പകച്ചു നോക്കി. സീതാലക്ഷ്മിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കല്ലേ, ഏൽക്കൂല. അവൾ അവനെ പരിഹസിച്ചു. കാർത്തിക് പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് അവളെ നോക്കി. കിരൺ വർമ്മയെ നീ വിട്ടുതരില്ലെന്ന് അല്ലേ? അവൻ്റെ സ്വരം പുകയുന്ന പോലെ തോന്നി അവൾക്ക്. അല്ല, കിരൺ വർമ്മയെ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല എന്ന് നെഞ്ചിൽ കൈകെട്ടി നിന്നിട്ട് സീത പറഞ്ഞു. നീ അനുഭവിക്കും. കാർത്തിക് വിരൽ ചൂണ്ടി. നീയൊരു ചുക്കും ചെയ്യില്ല. സീത ചിരിച്ചു. പിന്നെ പതിയെ തിരിഞ്ഞു നടന്നു. റിസൾട്ട് കാത്തു നിൽക്കുന്ന ഏതോ ഒരാൾക്ക് കാർത്തിക് കൈയുയർത്തി കാണിച്ചു കൊടുത്തതറിയാതെ തിരിഞ്ഞു നടക്കുമ്പോൾ അവനേൽപ്പിച്ച മുറിവിൽ നിന്നും ചോര കിനിയുന്നത് സീത അറിഞ്ഞിരുന്നു. ഹൃദയം ഒരു സ്വപ്നയാത്രയുടെ പല്ലക്കിലായിരുന്നു. എത്ര വേഗത്തിലാണ് വലിച്ചു താഴേക്കിട്ടത്! എത്ര ഒതുക്കി പിടിച്ചിട്ടും ഭീതിയുടെ കരിവണ്ടുകൾ അവൾക്ക് ചുറ്റും മൂളി പറഞ്ഞിട്ട് അലോസരപ്പെടുത്തി. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് എത്തിക്കിട്ടിയാൽ മതിയെന്നായിരുന്നു സീതയുടെ ഉള്ളിൽ. ഉമ്മറപ്പടിയിൽ നിന്നും മുറ്റത്തേക്ക് കാലെടുത്ത് കുത്തും മുന്നേ കേട്ടു ചൂളം വിളിയിൽ അവൾ അറിയാതെ തന്നെ നിന്നുപോയി. ചുണ്ടിലൊരു ചിരി മിന്നി. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു ചൂളം വിളിച്ചുകൊണ്ടൊരു പാട്ടും മൂളി മുണ്ടും മടക്കി കുത്തി വരുന്ന കണ്ണനെ. ആര്യയ്ക്ക് കിട്ടിയില്ലെങ്കിൽ കിരൺ വർമ്മയെ ആർക്കും കിട്ടില്ല. തീർത്ത് കളയും ഞാൻ. ഉള്ളിലൂടെ കൊള്ളിയാൻ മിന്നിയതുപോലെ കാർത്തികിൻ്റെ സ്വരം. സീത വിറച്ചുപോയി. ചുണ്ടിൽ ഊറിക്കൂടിയ ചിരി മാഞ്ഞു. വാ പോവാം.
അരികിലെത്തി കണ്ണൻ പറഞ്ഞിട്ടും അവൻ്റെ മുഖത്ത് നോക്കി ശില പോലെ നിന്നു. അതെ, എൻ്റെ സൗന്ദര്യം പിന്നെ കാണാം. ഇപ്പോൾ ആരെങ്കിലും കാണും മുന്നേ വാലെച്ചു. ചുറ്റും നോക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. ഉള്ളിലുള്ളത് അവൻ അറിയരുത് എന്നുള്ള നിർബന്ധമുള്ളതുപോലെ സീത വീണ്ടും ചുണ്ടിലേക്ക് ഒരു ചിരിയെ പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുവന്നു. അവനറിഞ്ഞാൽ വീണ്ടും ഇവിടെയൊരു വഴക്ക് നടക്കും. എതിർചേരികൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ എൻ്റെ കണ്ണൻ ഒറ്റയ്ക്കാവും. സീതയുടെ ഹൃദയം ആർദ്രമായി. എങ്ങോട്ടാ? സീത കണ്ണനെ നോക്കി കണ്ണുരുട്ടി. അങ്ങനെയൊന്നുമില്ല. കണ്ണൻ ഇളിച്ചു കാണിച്ചു. ഞാനെൻ്റെ വീട്ടിലേക്കാ. എങ്കിൽ ഞാനും. അവൻ പുരികം പൊക്കി. സീതയുടെ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. എടി, ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ. ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്റെ ഒരേയൊരു ഭർത്താവല്ലേ ഞാൻ. കണ്ണൻ്റെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഭർത്താവ്? സീത അവനെ തുറിച്ചു നോക്കി. ആ, ഭർത്താവ് തന്നെ. ചുറ്റും ഒന്നുകൂടി നോക്കിയിട്ട് അവൻ അവളുടെ കഴുത്തിൽ കിടന്ന മാല വലിച്ച് ചുരിദാറിൻ്റെ പുറത്തേക്കിട്ട് കൊടുത്തു. അവനിലൊരു വിജയച്ചിരിയുണ്ട്. താലികെട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോഴും കന്യകനാണടി. ഇച്ചിരി നാണം അഭിനയിച്ചവൻ നേരെ നോക്കുമ്പോൾ സീതയുടെ മുഖം ചുവന്നു. ഇത്തിരി നേരം നിന്റെ കൂടെ കാറ്റും കൂടെ നടക്കാനൊരു കൊതി, അല്ലാതെ വേറൊന്നും എൻ്റെ മനസ്സിലില്ല. നീയാണേ സത്യം എൻ്റെ പൊന്നു. കണ്ണൻ അവളുടെ നേരെ കൈകൂപ്പി കാണിച്ചു. സീതയുടെ മുഖം അയഞ്ഞു. വാ. കണ്ണൻ വീണ്ടും ചിരിച്ചുകൊണ്ട് വിളിച്ചു. കണ്ണൻ. നടക്കാനൊരുങ്ങും മുന്നേ പിറകെ നിന്നും റിമിയുടെ സ്വരം കേട്ടിട്ട് കണ്ണൻ കണ്ണുകളടച്ച് പല്ല് കടിച്ചു. നശിപ്പിച്ചു ശവം, അവൻ പതിയെ പറഞ്ഞു. റിമി ഓടിയിറങ്ങി വരുന്നുണ്ട്. നിനക്കിപ്പോൾ സമാധാനമായോ? അവളുടെ ഒരു ചോദ്യം ചെയ്യല്. അവൻ സീതയെ നോക്കി കണ്ണുരുട്ടി. സീത ചിരി കടിച്ച് പിടിച്ചു നോക്കുന്നുണ്ട്. എവിടെ പോകുക കണ്ണൻ? റിമിയുടെ ചോദ്യം. ഏയ്, ഞാൻ വെറുതെ ഇച്ചിരി ദൂരം നടക്കാനിറങ്ങിയതാ. അപ്പോഴാ സീതാലക്ഷ്മിയെ കണ്ടത്. സീതയൊന്ന് കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. ഓ, ഇതാണ് സീതാലക്ഷ്മി അല്ലേ? വന്നപ്പോൾ മുതൽ ഒരുപാട് കേട്ടു. ഇപ്പോഴാ കാണാൻ പറ്റിയത്. എനിവേ, നൈസ് ടു മീറ്റ് യു സീതാലക്ഷ്മി. റിമിയുടെ കൈകൾ സീതയുടെ നേരെ നീണ്ടു. സീതയും ചിരിച്ചുകൊണ്ട് കൈ നീട്ടി. കണ്ണൻ പറഞ്ഞു കാണുമല്ലേ എന്നെപ്പറ്റി? എനിക്കറിയാം, അവന് ഞാൻ അത്രയും പ്രിയപ്പെട്ടതാണെന്ന്. സീതയുടെ കണ്ണുകൾ റിമിയുടെ കയ്യിൽ ഞെരിഞ്ഞു. റിമി അങ്ങനെ പറഞ്ഞപ്പോൾ സീതയുടെ നേരെയായിരുന്നു കണ്ണൻ്റെ കണ്ണുകൾ. സീതയ്ക്ക് പോവാൻ ടൈമായി റിമി. കണ്ണൻ പറഞ്ഞു. ഓ, എങ്കിൽ വാ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. കണ്ണൻ ഏതായാലും ഇറങ്ങിയതല്ലേ, ഒരു കമ്പനി ഞാൻ ഓഫർ ചെയ്യാം. ഔദാര്യം പോലെ റിമി അത് പറഞ്ഞപ്പോൾ കണ്ണൻ്റെ മുഖത്ത് ദേഷ്യം നിറയുന്നത് സീത കണ്ടിരുന്നു. വാ കണ്ണൻ, പോവാം. റിമി ഉത്സാഹത്തോടെ മുന്നിൽ നടന്നു. പരസ്പരം ഒന്ന് നോക്കിയിട്ട് അവർക്ക് പിറകെ കണ്ണനും സീതയും നടന്നു. തനിക്ക് ഈ സർവൻ്റ് ജോലി അല്ലാതെ വേറെന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ സീതാലക്ഷ്മി? അവർക്ക് നേരെ തിരിഞ്ഞു നടന്നുകൊണ്ട് റിമി ചോദിച്ചു. കണ്ണൻ ദേഷ്യം പല്ലുകൾ കൊണ്ട് അമർത്തി ശ്വാസം പിടിച്ചു വെച്ചു. സീത പക്ഷേ ചിരിയാണ്. ഏതൊരു ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ടെന്നാണ് എൻ്റെ നിഗമനം. ഹോം നേഴ്സ് എന്നുള്ളത് അത്ര വില കുറച്ച് കാണേണ്ട ഒന്നാണെന്ന് എനിക്ക് ഇന്ന് വരെയും തോന്നിയിട്ടില്ല. സീതയുടെ മറുപടിയിൽ റിമിയുടെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞത് കണ്ണൻ വ്യക്തമായും കണ്ടിരുന്നു. അവൻ കൈകൾ ചുരുട്ടി പിടിച്ചു. ഓക്കെ, സീതാലക്ഷ്മി എത്ര വരെ പഠിച്ചു? റിമി അടുത്ത ചോദ്യം എറിഞ്ഞത് കഴുകനെ പോലെ കാത്തിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ആയില്ല. ശാന്തമായിട്ടാണ് സീത ഉത്തരം പറയുന്നത്. എന്തേ കംപ്ലീറ്റ് ചെയ്യാഞ്ഞതെന്ന് ചോദിക്കുന്നില്ല. സീതയെ കാണുമ്പോൾ തന്നെ അതിനുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. വലിയൊരു തമാശ പറഞ്ഞതുപോലെ റിമി ഉറക്കെ ചിരിച്ചു. സീത കണ്ണനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അല്ല, അപ്പോൾ പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ജോലിയൊക്കെ സ്വപ്നം മാത്രമായിരിക്കും അല്ലേ? സ്വയം ഉത്തരം കണ്ടെത്തിയ സംതൃപ്തിയോടെ റിമി സീതയെ നോക്കി. നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താ റിമി? പെട്ടെന്നുള്ള കണ്ണൻ്റെ ചോദ്യത്തിന് മുന്നിൽ റിമി പകച്ചു പോയി. നിന്റെ ഡാഡിയുടെ ക്യാഷ് അതല്ലേ? കണ്ണനും പുച്ഛമാണ്. റിമിയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ട്. കോളേജിൽ നിന്റെ 1 വർഷം സീനിയർ ആയിരുന്നു ഞാൻ. നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. ഡിഗ്രി കംപ്ലീറ്റ് ആക്കി എടുക്കാൻ നീ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാനും കണ്ടതാണ്. കണ്ണൻ അവളെ നോക്കി ചിരിച്ചു. റിമിയുടെ വിളറി വെളുത്ത മുഖത്തേക്ക് സീത വല്ലായ്മയോടെ നോക്കി. പിന്നെ നിന്റെ ജോലി. നിന്റെ ഡാഡിക്ക് 2 or 3 ഓഫീസുള്ളത് കൊണ്ട് നീ വലിയ ജോലിക്കാരിയായി. സത്യത്തിൽ നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? പഠിച്ചുകൊണ്ടൊരു ജോലി നേടാൻ മാത്രം മിടുക്കുണ്ടോ റിമി മരിയയ്ക്ക്? ഗൗരവത്തോടെ കണ്ണൻ ചോദിച്ചപ്പോൾ റിമി വരുത്തിക്കൂട്ടിയ ചിരിയോടെ അവനെ നോക്കി. നിനക്കിപ്പോൾ തോന്നിയതിനേക്കാൾ ഫീല് തോന്നിക്കാണും സീതാലക്ഷ്മിക്കും. ആരും ആരേക്കാളും മികച്ചതല്ലെന്ന് മനസ്സിലാക്കുക നീ ആദ്യം. എല്ലാവർക്കും പോസിറ്റീവ് ഉള്ളതുപോലെ നെഗറ്റീവും ഉണ്ടാകും. അത് അംഗീകരിക്കാൻ പഠിക്കുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്.
കണ്ണൻ്റെ വാക്കുകളിലെ ദേഷ്യം അറിഞ്ഞിട്ട് സീത അവനെ നോക്കുന്നുണ്ട്. അവൻ പക്ഷേ കടുത്ത മുഖത്തോടെ റിമിയെ തുറച്ചു നോക്കുന്നു. ഏയ്, ഐ ആം സോറി സീതാലക്ഷ്മി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പറഞ്ഞു വന്നപ്പോൾ ഒരു ഓളത്തിൽ അങ്ങനെയായി പോയതാ. റിയലി സോറി കേട്ടോ. കണ്ണൻ്റെ മുഖത്ത് കാണുന്ന അനിഷ്ടം ഇല്ലാതാക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു സീതയുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് റിമി അത് പറയുമ്പോൾ അവളുടെ മനസ്സിൽ. എന്നിട്ടും തെളിയാത്ത അവൻ്റെ മുഖം നൽകുന്ന ദേഷ്യം. സീതയുടെ തോളിൽ റിമിയുടെ കൈകൾ മുറുകി. സാരല്ല, ഞാനതൊന്നും അത്ര കാര്യമാക്കിയിട്ടില്ല. സീത അവളെ ആശ്വസിപ്പിച്ചു. യു ആർ ഗ്രേറ്റ് സീതാലക്ഷ്മി, തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് റിമി അത് പറയുമ്പോൾ കണ്ണുകൾ കണ്ണൻ്റെ നേരെയാണ്. ആ മുഖത്ത് നിമിഷനേരം കൊണ്ട് മിന്നിമാഞ്ഞ തെളിച്ചത്തിലേക്ക് അവൾ പകയോടെ നോക്കി. ഏയ് കണ്ണൻ, താനെന്തിനെ ഇനിയും മുഖം വീർപ്പിച്ച് നടക്കുന്നേ? സീതാലക്ഷ്മി എന്നോട് കോംപ്രമൈസ് ചെയ്തില്ലേ? ഒന്നും അറിയാത്ത പോലെ റിമി കണ്ണനോട് വിളിച്ചു ചോദിച്ചു. നത്തിങ് റിമി, ഞാൻ ഓക്കെയാണ്. കണ്ണൻ വെറുതെ ഒന്ന് ചിരിച്ചു. കണ്ണൻ എന്നും നടക്കാൻ ഇറങ്ങാറുണ്ടോ? ഐ മീൻ, റിമി ചോദ്യം മുഴുവൻ ചോദിക്കും മുന്നേ കണ്ണൻ ഇല്ലെന്ന് പറഞ്ഞു. സീതാലക്ഷ്മി ശരിക്കും ലക്കിയാണ്, റിമി കണ്ണനെ നോക്കി പറഞ്ഞു. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? കണ്ണനിൽ ഒരു സംശയം ബാക്കി കിടപ്പുണ്ടായിരുന്നു. അല്ല, ഇവിടൊക്കെ എന്നും കാണാനും ഇത്രയും മനോഹരമായ ഇവിടെ ജീവിക്കാനും പറ്റുന്നില്ലേ? എത്ര മനോഹരമാണിവിടെ, അതൊരു ലക്കിയല്ലേ? റിമിയുടെ ചുണ്ടിൽ പുച്ഛമായിരുന്നു. കണ്ണന് ആശ്വാസം തോന്നി. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് റിമി അവർക്കിടയിൽ നടക്കുമ്പോൾ സീതയുമൊത്തുള്ള കുറച്ചേറെ നല്ല നിമിഷങ്ങളെ നഷ്ടമായ നീരസം കണ്ണനിലുണ്ടായിരുന്നു. സീതയാവട്ടെ കാർത്തിക് ചവച്ചു തുപ്പിയ വാക്കുകൾ തീർത്ത തടവറയിൽ സ്വയം നീറി പുകഞ്ഞു. അതുകൊണ്ട് തന്നെ ഒപ്പം നടക്കുന്നവളുടെ പകന്നുരിയുന്ന മുഖം രണ്ടാളും ശ്രദ്ധിച്ചിരുന്നുമില്ല.